ഹലോ, ഞാനിന്നിവിടെ എങ്ങനെ വളരെ ചുരുങ്ങിയ ചിലവിലൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോണത്. അപ്പം നമ്മൾ ചിലവ് കുറഞ്ഞു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം പറയാം. ഇതിൽ യാതൊരു ഇൻഗ്രീഡിയൻസും കുറയ്ക്കുന്നതോ ഒന്നുമില്ല. നമ്മൾ എത്രയാണ് ഇതിന് ചിലവ് വരണമെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്തൊക്കെയാണ് നമ്മൾ അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യേണ്ടതെന്നും പറഞ്ഞുതരാം. നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. കേക്ക് അടിപൊളിയാവണം, അതാണ് ഞാനിവിടെ കാണിക്കാൻ പോണത്. അപ്പം 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. 3 മുട്ട മതി, കൂടുതൽ മുട്ട നമുക്ക് ആവശ്യമില്ല. 3 മുട്ടയ്ക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഒരു മുട്ടയ്ക്ക് 5 രൂപ വെച്ചിട്ട് 15 രൂപ തന്നെ ആവുള്ളൂ. അപ്പം ഇത് നമുക്ക് ഇനി വിസ്ക് വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യാൻ പോണത്. ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാവുമ്പോൾ അത്രയും കറണ്ട് അവിടെ നഷ്ടമാവും. അപ്പം അത് നമുക്ക് ലാഭിക്കാം. കുറച്ച് സമയം നമ്മൾ കൈകൊണ്ട് മെനക്കെട്ടാലും നമുക്ക് നമ്മുടെ കാര്യം നടക്കും. അതുകൊണ്ട് നമ്മുടെ വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പതഞ്ഞു വരുമ്പോഴത്തേനും നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കണം. സാധാ പോലെ ഇടരുത്, പഞ്ചസാര നന്നായിട്ട് പൊടിച്ചത്. ഞാൻ ഈ ഗ്ലാസ് അളവിന് ഒരു 1.5 ഗ്ലാസ് അളവാണ് ഇടാൻ പോകുന്നത്. അപ്പം മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അവിടെയും അതൊരു ലാഭമാണ്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പില്ലാതെ തന്നെ സാധാരണ ഒരു ഗ്ലാസ് അളവ് എല്ലാത്തിനും അത് എടുത്താൽ മതി. അപ്പോൾ 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് അത് ആ മുട്ടയിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത ഉടനെ മുട്ടയിലോട്ട് തന്നെ ഇത് ചേർത്ത് കൊടുക്കുക. എന്നാലേ ഉള്ളൂ ആ മുട്ടയുടെ സ്മെല്ല് അതും ഇതുമായിട്ട് നന്നായിട്ട് യോജിച്ചിട്ട് അത് ഇല്ലാതാവുള്ളൂ, മുട്ടയുടെ ആ ഒരു മണം ഇല്ലാതാവുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, ഇല്ലാത്തവർ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താൽ മതി. നമുക്കതും കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു അരിപ്പയിലോട്ട് നമുക്ക് ഇതേ സെയിം ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് മൈദക്ക് വലിയ വിലയൊന്നുമില്ല. 500 ഗ്രാമിന് ഒരു 25 റുപ്പീസേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 50 ഗ്രാംസിൻ്റെ കൊക്കോ പൗഡറിന് വെറും 45 രൂപയാണ് വില വരുന്നത്. ബേക്കേഴ്സിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂണ്, ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണ് ഒക്കെ ഇത്രേ എടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ പ്രത്യേകം പറയുന്നത് വെച്ചാൽ കൊക്കോ പൗഡർ നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ 3 തവണ കേക്ക് ഉണ്ടാക്കാനുള്ള പൗഡർ അതിലുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ മറ്റതിനൊക്കെ അധികവും വിലയൊന്നും വരില്ല. ഒരു 10 രൂപയുടെ ഉള്ളിലേ ഉള്ളൂ ബേക്കിംഗ് സോഡക്കും ബേക്കിംഗ് പൗഡറിനും മൈദക്കും കൂടി വരുള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ ഈ കേക്ക് മിക്സ് നന്നായിട്ട് നല്ലപോലെ അരിച്ചെടുത്ത ശേഷം ഇളക്കിയിട്ട് യോജിപ്പിക്കണം. പൊടികൾ നന്നായിട്ട് യോജിപ്പിച്ചിരിക്കണം. പൊടികൾ നന്നായിട്ട് യോജിക്കണം. ഒന്നില്ലെങ്കിൽ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ യോജിപ്പിച്ചാലും മതി. ഇനി നമുക്ക് ഈ പൊടികൾ കുറച്ചായിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം മുട്ടയുടെ ബാറ്ററിൽ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഉപ്പിടാൻ മറക്കരുത്. ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി. ഒരു 1/4 ടീസ്പൂണൊക്കെ ഉപ്പിട്ടെടുത്താൽ മതി. നമ്മൾ കുറച്ചായിട്ട് ഇതുപോലെ തന്നെ വിസ്ക് യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലോട്ട് ചേർക്കാനായിട്ടുള്ളത് ഹോട്ട് വാട്ടർ, ചൂടുള്ള വെള്ളം ഒരു 3/4 ഗ്ലാസ്. ഞാൻ അടുത്ത ഗ്ലാസ്സിന് ഒരു 3/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ചോക്ലേറ്റ് കേക്കും ഇതുപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് കേക്കിൽ ഒരു മാറ്റം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിന് പകരം നല്ല ചൂട് പാൽ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയാണ്. ഞാനിവിടെ ഒരു ടിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ടിന്നില്ലാത്തവർ സാധാ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ നമ്മൾ എണ്ണ തൂവി കൊടുത്തിട്ട് പൊടി ഇട്ടിട്ട് നന്നായിട്ട് കൊട്ടി കൊടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചെടുത്താൽ മതി. ടിന്നിലും അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇഡലി പാത്രത്തിലോ കുക്കറിലോ ഓവനിലോ ഒന്നുമല്ല ചെയ്യുന്നത്. സാധാരണ നമ്മുടെ വീട്ടിലുള്ള വലിയ ഒരു അലുമിനിയത്തിൻ്റെ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം.
ഇനി ഇതിലോട്ട് സ്യൂട്ടായിട്ട് മുഴുവനായിട്ടും കവർ ചെയ്തിട്ടുള്ള അതിൻ്റെ സെയിം അടപ്പ് നമുക്ക് ഇതിലോട്ട് വെച്ചുകൊടുക്കാം. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഭാരം കയറ്റി വെക്കുന്നത് നന്നായിരിക്കും, എങ്കിൽ പെട്ടെന്ന് അത് അടപ്പ് അമർന്നിരിക്കും. ഇനി അടപ്പിന് അഥവാ ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഫോയിൽ വെച്ചിട്ടോ തുണി വെച്ചിട്ടോ ചുറ്റിക്കൊടുക്കുക. നമ്മുടെ കേക്ക് ഇവിടെ സോഫ്റ്റ് ആയിട്ട് നല്ല പൊന്തി വന്ന് ബേക്ക് ആയിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് 50 മിനിറ്റ് നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്ത കേക്കാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത് കാണിക്കാൻ പോണ ചെറി സിറപ്പാണ്. ചെറി സിറപ്പ് നമുക്ക് വാങ്ങിക്കണ്ട. അപ്പോൾ നമ്മളൊരു 10 രൂപക്കോ നമ്മൾ 12 രൂപക്ക് ചെറീസ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും ചെറി സിറപ്പ് ഉണ്ടാക്കാനുള്ളതും കിട്ടും. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള ചെറീസ് ചെറുതായിട്ട് നുറുക്കിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് 3 ലെയറും നല്ല പോലെ നനച്ചെടുക്കാനുള്ള ചെറി സിറപ്പ് ഇവിടെ 10 മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടാണ് മാറ്റിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മാവീസിൻ്റെ സിൽവർ മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു വിപ്പിംഗ് ക്രീമിൻ്റെ ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 കൊല്ലം വരെ ഇതിൻ്റെ ഡേറ്റ് നമ്മുടെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ 1 ലിറ്ററിൻ്റെയാണ് വാങ്ങിയിട്ടുള്ളത്. 210 രൂപയാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്കിത് 3 തവണ നമുക്ക് 1 kgയുടെ 3 കേക്ക് ഉണ്ടാക്കാനുള്ള വിപ്പിംഗ് ക്രീം ഇതിന്ന് കിട്ടും, ഡെഫിനറ്റ്ലി കിട്ടും. 1.5 കപ്പ് ആണ് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ 3 തവണ എടുക്കാനുള്ളത് നമുക്ക് 1 kgയുടെ 210 രൂപ കൊടുത്ത് വാങ്ങിയാൽ നമുക്ക് കിട്ടും. പിന്നെ വിപ്പിംഗ് ക്രീം നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്നൊന്നും കിട്ടില്ല, വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങി വെച്ചിട്ട് നമ്മൾ 2ാം തവണയോ 3ാം തവണയോ ഒക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തു നിന്ന് കിട്ടുന്നത് ചെറീസ് കിട്ടും, അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് കിട്ടാൻ പാടാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഡയറി മിൽക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, ഈ ചെറി സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെറിയുടെ ആ സിറപ്പ് മാറ്റി വെച്ചിട്ട് ചെറീസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോ ലെയറും നല്ല പോലെ ഒന്ന് നനച്ചുകൊടുക്കാം. ജസ്റ്റ് എല്ലാവിടെ എത്തുന്ന രീതിയിലൊന്ന് നനച്ചുകൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യേണ്ടത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അതോടുകൂടി ആ ചെറി ഒന്നാകെ ഇട്ടിട്ട് വേണമെങ്കിൽ നനച്ചു കൊടുക്കാം. ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് എല്ലാ ലെയറും ഓരോ പ്ലേറ്റിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു തവണ വെറ്റ് ചെയ്തത് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും ഒരു 5 മിനിറ്റ്, എന്നിട്ട് മറ്റേത് വെറ്റ് ചെയ്തത് വീണ്ടും വെക്കും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, സാധാ പോലെ നനച്ചു കൊടുത്തിട്ട് ഓരോ ലെയർ ഇട്ടിട്ട് ഒന്നിച്ചിട്ട് ലാസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഞാൻ നമുക്ക് ഐസിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഓരോ പീസസും തണുപ്പിച്ചെടുത്തത്. അപ്പം ഞാനിവിടെ ചെറി സിറപ്പ് ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചെറി കൊണ്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുകളിൽ. അപ്പം നമുക്ക് വേറെ ചെറിയുടെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ ചെറീസും അതിലങ്ങനെ ഇൻക്ലൂഡായി പോകും. ഇതും നനച്ചിട്ടുള്ളതായതുകൊണ്ട് നേരെ സൂക്ഷിച്ച് ഇതുപോലെ പ്ലേറ്റിൽ നിന്ന് ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ നല്ല പോലെ എല്ലായിടും എത്തുന്ന 3 ലെയറും വെച്ച് കഴിഞ്ഞു നന്നായിട്ട് ഇതുപോലെ ഐസിങ് ചെയ്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമൊക്കെ എല്ലായിടും നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് ഞാൻ ഇതുപോലെ ഫ്ലവർ വരച്ചെടുക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഫോറസ്റ്റിന് ചുമ്മാ കുറേ ക്രീം വാരി തേക്കേണ്ട ആവശ്യമില്ല. നല്ല പോലെ ക്രീം എത്തുന്ന രീതിയിൽ ഞാൻ എല്ലായിടവും കവറാക്കിയിട്ടുണ്ട്. സൈഡ്സിൽ നമുക്ക് ഡെക്കറേഷൻ്റെ ആവശ്യമില്ല, ഫ്ലവറിൻ്റെ ഒന്നും ആവശ്യമില്ല, മുകളിൽ മാത്രം മതി. സൈഡ്സിൽ ഫുള്ള് നമ്മൾ ചോക്ലേറ്റ് കൊണ്ട് വെക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ ഇതുപോലെ വിപ്പിംഗ് ക്രീം വാങ്ങിക്കുമ്പോൾ വാങ്ങുന്ന ഡാർക്ക് ചോക്ലേറ്റേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാവുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ സാധാ ഡയറി മിൽക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്തിട്ടുള്ളത്. ഒരു ടേസ്റ്റ് വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് സത്യം. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഡാർക്കായിട്ടുള്ള നമ്മുടെ ആ ഒരു കട്ടിപ്പ് ഒഴിവായി കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് തന്നെയാണ് ഡയറി മിൽക്ക്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ താഴെ വീഴുന്നത് വീണ്ടും എടുത്തിട്ട് നമുക്ക് എല്ലായിടും ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഞാനൊരു 40 രൂപയുടെ ഡയറി മിൽക്ക് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറീസ് കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം അടുത്ത റെസിപ്പി ആയിട്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.